ഡിബേറ്റ് 360ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കം നടത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെയുള്ള മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പിടിച്ചുലയ്ക്കുകയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമായതിനാൽ തന്നെ ഒരിടപെടലും നടത്താനാകാത്ത സ്ഥിതിയിലാണ് ഇടതു സർക്കാർ. അതേസമയം പേരാമ്പ്രയിൽ പോലീസ് നടത്തിയത് ആസൂത്രിത അക്രമമെന്ന KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ശബരിമല വിഷയം വഴിമാറ്റാനുള്ള ശ്രമമായിരുന്നു ഇതിന് പിന്നിൽ. DYSP ഹരിപ്രസാദിൻ്റെ കയ്യിൽ എന്തിനായിരുന്നു ഗ്രനേഡെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. പേരാമ്പ്രയിൽ അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വിവരങ്ങളും ദൃശ്യങ്ങളും സഹിതം ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള ആസൂത്രിതമെന്നും ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. കൊള്ളയുടെ പങ്ക് പറ്റിയ സർക്കാരാണിത്. വിശ്വാസികളും അവിശ്വാസികളും ക്ഷമിക്കില്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. അന്വേഷണം സർക്കാരിലെ തന്നെ ഉന്നതരിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇടതുമുന്നണി. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനോ ഷാഫി പറമ്പിലിനെതിരെയുള്ള ആസൂത്രിത ആക്രമണം എന്ന വിഷയമാണ് ഇന്ന് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി രജിത് രവീന്ദ്രൻ, ഇടതു പ്രതിനിധി വെമ്പായൻ നസീർ, BJP പ്രതിനിധി P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവരാണ് അതിഥികൾ. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കം നടത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെയുള്ള മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പിടിച്ചുലയ്ക്കുകയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമായതിനാൽ തന്നെ ഒരു ഇടപെടലും നടത്താനാകാത്ത സ്ഥിതിയിലാണ് ഇടതു സർക്കാർ. അതേസമയം പേരാമ്പ്രയിൽ പോലീസ് നടത്തിയത് ആസൂത്രിത ആക്രമണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ശബരിമല വിഷയം വഴിമാറ്റാനുള്ള ശ്രമമായിരുന്നു നടന്നത്. DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ എന്തിനായിരുന്നു ഗ്രനേഡെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. പേരാമ്പ്രയിൽ അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവരങ്ങളും ദൃശ്യങ്ങളും സഹിതം ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ആസൂത്രിതമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കുന്നു. കൊള്ളയുടെ പങ്ക് പറ്റിയ സർക്കാരാണിത്. വിശ്വാസികളും അവിശ്വാസികളും ക്ഷമിക്കില്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. ഏതായാലും അന്വേഷണം സർക്കാരിലെ തന്നെ ഉന്നതരിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇടതുമുന്നണി. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്. ആദ്യം കോൺഗ്രസ് പ്രതിനിധി രജിത് രവീന്ദ്രനിലേക്ക്. രജിത്ത്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ സഹിതമാണ് ഷാഫി പറമ്പിൽ അത് വിശദീകരിച്ചത്. കാരണം ഇത്ര ആസൂത്രിതമായ രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. എങ്ങനെ വിലയിരുത്താം അതിനെ? ശ്രീ ഷാഫി പറമ്പിൽ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പേരാമ്പ്രയിൽ നടന്ന പോലീസിൻ്റെ അതിക്രമത്തിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ശബരിമല വിഷയമുണ്ടായതിൻ്റെ തൊട്ടു പിറകെ തന്നെ പ്രതിഷേധ സമരവുമായി കോഴിക്കോട് DCC പേരാമ്പ്രയിലേക്ക് ഒരു സമരവുമായി എത്തുന്ന സമയത്ത് ഷാഫി പറമ്പിലിനെ പോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, വർക്കിംഗ് പ്രസിഡന്റായ ശ്രീ ഷാഫി പറമ്പിലിൻ്റെ മൂക്ക് അടിച്ച് പൊട്ടിക്കുന്ന തരത്തിലേക്ക് പോലീസ് അക്രോസിറ്റി ഉണ്ടാകാനുള്ള കാരണം തന്നെ ശബരിമല വിഷയം മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചു വിടണമെന്ന CPMൻ്റെ അടിസ്ഥാന ഗൂഢാലോചനയാണ്. അതിൽ വളരെ വ്യക്തമായി തന്നെയാണ് ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന SI, ആ പോലീസ് ഉദ്യോഗസ്ഥൻ CPMൻ്റെ നേതാക്കളുമായി നടത്തിയ ഗൂഢാലോചനയുടെ പങ്ക് വളരെ വ്യക്തമാണ്. അത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തി അവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി ഏറ്റവും മുതിർന്ന നേതാവിന് നേരെ ഒരു അറ്റാക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പ്രവർത്തകർ അത് നോക്കിയിരിക്കില്ല. UDFൻ്റെ പ്രവർത്തകർ പോലീസിനെതിരെ ഒരു അക്രമം നടത്തുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് വർഗീയപരമായി തിരിച്ചുവിട്ടാൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ കോൺസിക്വൻസസ്
എത്ര വലുതാണ് എന്ന നേതൃത്വത്തിൻ്റെ തിരിച്ചറിവാണ് അന്ന് മൂക്ക് പൊട്ടി ചോര ഒലിച്ചവിടെ നിൽക്കുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ ആശുപത്രിയിലേക്ക് ഉടനടി പോകാതെ അവിടെ നിന്ന് മാറാതെ നിന്നത്. അത് അദ്ദേഹം ഇന്ന് പറയുമ്പോൾ വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ശബരിമല വിഷയം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിനേറ്റ മുറിവ് ഒരു കാലത്തും ഉണങ്ങില്ല എന്ന പിണറായി വിജയൻ സർക്കാരിനും CPM നേതൃത്വത്തിനും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ മറ്റൊരു മതത്തിൻ്റെ മുഖമായി നിർത്തിക്കൊണ്ട് പേരാമ്പ്രയിൽ മറ്റൊരു തരത്തിലുള്ള ഒരു കലാപമുണ്ടാക്കുകയും ഗ്രനേഡ് അടക്കം പോലീസിനെതിരെ ആക്രമിച്ചു എന്ന് പറയുന്ന മറ്റൊരു വാർത്ത ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ BJP നേതൃത്വത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെ വേറൊരു വർഗീയപരമായിട്ടുള്ള വിഷയമാക്കി മാറ്റാമെന്ന് കരുതിയെടുത്താണ് ഈ വിഷയങ്ങളെല്ലാം പൊളിഞ്ഞുപോയത്. ശരി, വെമ്പായൻ നസീറിലേക്ക് പോവുകയാണ്. വെമ്പായൻ നസീർ, ഇവിടെ ഇനിയിപ്പോൾ നിങ്ങൾ പലപ്പോഴും പറയാറുള്ളത് ഇത്തരത്തിൽ ഇത് ഉദ്യോഗസ്ഥരാണിത് ചെയ്തതെന്ന രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു, ഡെവലപ്മെൻറ്റ്സുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം ഷാഫി പറമ്പിൽ MPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ദൃശ്യങ്ങൾ സഹിതമാണ് ഷാഫി പറമ്പിൽ അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഇനി എന്ത് പറഞ്ഞായിരിക്കും നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുക? ഇവിടെ സർക്കാരും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ പറഞ്ഞതെല്ലാം ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതെല്ലാം കൃത്യമായി കാര്യങ്ങളാണ്, വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആര് തെറ്റ് ചെയ്താലും ശബരിമലയെ കളങ്കപ്പെടുത്താൻ, ശബരിമലയിലെ സ്വർണവും മറ്റും തട്ടിപ്പ് കാണിച്ചവരെ പുറത്തു കൊണ്ടുവരും. അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞത് LDF സർക്കാരാണ് സാർ, ദേവസ്വം മന്ത്രിയാണ് സാർ. വാരപ്പോ ഒന്ന് ആരെ ഉണ്ണിപ്പോറ്റ അറസ്റ്റായി, രണ്ടാമത്തെ വിക്കറ്റ് തെറിച്ചില്ലേ, മൂരാരി ബാബു അറസ്റ്റായി ചെയ്തില്ലേ? ഇതിപ്പോ വിക്കറ്റ് തെറിക്കുന്നു പറയുമ്പോ ഇത് ആരാണിത്? ഇതിന്റെ പിന്നിൽ ആരാണ്? 2019 മൂരാരി ബാബു എവിടെയായിരുന്നു? ഈ മൂരാരി ബാബു ആരാണ്? ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് സംസാരിക്കുന്നത് ഈ ഒരു വലിയ കൊള്ള പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി ശബരിമലയിൽ നടത്തിക്കൊണ്ടുവരുന്ന ഈ കാട്ടുകൊള്ളയും അതുപോലെ ഈ തട്ടിപ്പും വട്ടിപ്പും ഒക്കെ പുറത്തു കൊണ്ടുവരാനും അത് ജനങ്ങളെ അറിയിക്കാനും LDF സർക്കാർ വരേണ്ടി വന്നു. ഒരിക്കലും അല്ല. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു സാർ. 2019 മുതൽ 2025 വരെയുള്ള പരിഗണിക്കാൻ കഴിയാത്ത സർക്കാർ രാജിവെച്ചിട്ട് പോകാൻ പറഞ്ഞു. അല്ല, അങ്ങനെ ബോർഡിന്റെ ആവശ്യമില്ലല്ലോ. ബോർഡിന്റെ ആവശ്യമില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്ര തവണ ഡൽഹിക്ക് പോയത്, അവിടെ കോൺഗ്രസ് നേതാവിനെ കാണാൻ പോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശരിക്കും? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? പിണറായി വിജയനായിട്ട് എന്താണ് ബന്ധം? പിണറായി വിജയനായിട്ട് എന്താണ് ബന്ധം? പറഞ്ഞു വരട്ടെ. ദേവസ്വം ആ ബന്ധത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ VD സതീശനെ കുറിച്ചും ഡൽഹിയിലെ നേതാവിനെ കുറിച്ചും മറുപടി ഞാൻ പറയാം. ഞാൻ ഈ കോൺഗ്രസ് നേതാവിന് ചോദിക്കുകയാണ്, ഈ മൂരാരി ബാബു ആയാലും ശരി, ഉണ്ണിപ്പോറ്റാലും ശരി, മുഖ്യമന്ത്രിയുടെ സദസ്സിലോ ആ പരിസരത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതേസമയം മുഖ്യമന്ത്രിയായിട്ടുള്ള സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. 25 ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അല്ല, നിങ്ങൾ നിങ്ങളെ CPM-ന്റെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന മുഴുവൻ മന്ത്രിയായിട്ടിരിക്കുന്ന ഫോട്ടോ നിരവധി തവണ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി പലരും ഫോട്ടോ എടുക്കും, അവരെ എല്ലാം സ്ക്രീൻ ചെയ്ത് നോക്കാൻ പറ്റുമോ? നിങ്ങളല്ലേ ഫോട്ടോ പുറത്തു വിടുന്നത്? നിങ്ങൾ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാ? ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പറ. കല്യാണത്തിന് ആഭ്യന്തര ദേവസ്വം മന്ത്രി കല്യാണത്തിന് അവിടെ പല ആൾക്കാരും അല്ല, നിങ്ങൾ ഫോട്ടോ ഒക്കെ ഉണ്ണിപ്പോറ്റോ മന്ത്രിക്കെന്തോ എന്ന് പറഞ്ഞത്. ഇതിൽ ദേവസ്വം മന്ത്രിക്കോ
പി പ്രസീദിനെ വഴിവിട്ട് യാതൊന്നും അയ്യോ എന്ത് മനോഹരമായ ആചാരം. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ സ്വപ്നമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞവരാണ് ഈ പറയുന്നത്. അതായത് ഈ നസീർ, ഇവിടെ നമുക്കറിയാം ഈ ഒരു ഇല പോലും ചലിക്കണമെങ്കിൽ പിണറായി വിജയൻ പറയണം. അപ്പോഴാണ് ഇവിടെ ഈ ബോർഡ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു, അതിൻ്റെ ഉദ്യോഗസ്ഥർ തീരുമാനങ്ങൾ എടുക്കുന്നു. ബോർഡിൻ്റെ സൈൻ ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ പിന്നെ നിങ്ങൾ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവിടെ ഞാൻ എൻ്റെ ഈ കോൺഗ്രസിൻ്റെ വക്താവ് സുഹൃത്ത് സ്നേഹിതൻ പറഞ്ഞതുപോലെ ഈ കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, അത് മൂരാരി ബാബുവാണ്. ഈ കോടതിയുടെ അധികാരത്തിലാണ് സത്യത്തിൽ മറ്റ് ബോർഡുകൾ എന്ന് പറഞ്ഞില്ല, ഈ ദേവസ്വം ബോർഡൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം മന്ത്രിക്കും പി പ്രശാന്തിനൊന്നും അങ്ങനെ കാര്യമായ റോളുകളില്ല സാർ. നിങ്ങൾ അവരെ അഴിമതിക്ക് കൂട്ടുനിന്നു. ദേവസ്വം മന്ത്രിക്കും പ്രശാന്തിന് ഒരു റോളും ഇല്ലാതെ അവതരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ഈ ഓണറേറിയ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു IAS ഉദ്യോഗസ്ഥനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ, ഒന്നാമത് സർക്കാരിന് ധനപ്രതിസന്ധി നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു IAS ഉദ്യോഗസ്ഥനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സുതാര്യമായിട്ട് കാര്യങ്ങൾ നടക്കും? എന്തിനാണ് പിന്നെ ഇവരിയ്ക്കുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രിയൊക്കെ എന്തിനാണ് ഇരിക്കുന്നത്? അല്ല, നിങ്ങളുടെ UDF ഒക്കെ വിട്. നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം പറ. 2019 മുതൽ 2025 വരെയുള്ള കാര്യം പറ. 2019 മുതൽ നിങ്ങളുടെ UDF എന്ന് പറയുന്നത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാനൊരു ഇടപെടരുത്, ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനായത് കൊണ്ട് ഞാൻ പറയുന്നതല്ല സാർ. ഞാൻ സത്യത്തിൽ ഇടതുപക്ഷത്തെ ഞാൻ പ്രശംസിക്കുകയാണ് സാർ. ഈ കാട്ടുകൊള്ളയെ പുറത്തു കൊണ്ടുവരാൻ LDF സർക്കാർ വരേണ്ടി വന്നു സാർ. കാട്ടുകൊള്ള പുറത്തു കൊണ്ടുവന്നപ്പോ ഇത് കള്ളൻ കപ്പലിൽ തന്നെയല്ലേ? കള്ളൻ കപ്പൽ അല്ല, കാട്ടുകൊള്ള പുറത്തു കൊണ്ടുവന്നപ്പോ കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ളതും കൂടെ പറ സാർ. ബഹുമാനി ആങ്കർ ഇടപെടല്ലേ സാർ? അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ. ദേവസ്വം മന്ത്രി അഭിനന്ദിക്കുകയാണ് സാർ. അഭിനന്ദിക്കാം. ഇനിയിപ്പം അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കാണാം. സർക്കാർ വരേണ്ടി വന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ കാണാൻ പറ്റും. പകരം ജയിലിലൊക്കെ പോയി അഭിനന്ദിക്കേണ്ടി വരും. അപമാനിക്കുകയാണ് ഈ കോൺഗ്രസ്. ഇങ്ങനെ പോയാൽ ജയിലിലൊക്കെ പോയി അഭിനന്ദിക്കേണ്ടി വരും. ശരി, ഏതായാലും ഞാൻ പ്രൊഫസർ AG ജോർജിലേക്ക് എന്തായാലും പ്രൊഫസർ AG ജോർജ്, താങ്കൾ ഇതെല്ലാം കേട്ട് കാണുമല്ലോ. ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ MP ആയിട്ടുള്ള വിഷയത്തിൽ ഗ്രനേഡ് വെച്ചുകൊണ്ടാണ് പോലീസുകാരൻ ഉദ്യോഗസ്ഥൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ സഹിതമാണിത് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെ മറയ്ക്കാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല ഇടതുപക്ഷത്തിന് ഒരു കച്ചിത്തുരുമ്പായി മാറ്റാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെയൊക്കെ കാണാൻ. ഇതിനെ ഈ രണ്ട് വിഷയത്തെയും രണ്ടായി കാണാനാണ് എനിക്ക് ആഗ്രഹം. അതെ, കാരണം ഈ രണ്ട് വിഷയത്തിനും പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ മാനമുണ്ട്, രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ശബരിമലയെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പകൽ കൊള്ളയെ കുറിച്ച് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾക്ക് ഈ ഒരു ഭരണ സംവിധാനത്തിന്റെ ചിട്ടവട്ടങ്ങളെ കുറിച്ച് നല്ല നിശ്ചയമില്ല എന്ന് തോന്നുന്നു. അത് പറയാൻ കാരണം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ 21 മന്ത്രിമാരിൽ ഒരു മന്ത്രിയുടെ കീഴിലാണ് ദേവസ്വം ബോർഡ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് കൂടിയാണ്. താങ്കൾ ഏറ്റവും മിതമായി മനസ്സിലാക്കേണ്ടത്, ഒരു വകുപ്പിനായി ഒരു മന്ത്രി നിയോഗിക്കപ്പെടുമ്പോൾ ആ വകുപ്പിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും അന്തിമമായ ഉത്തരവാദിത്വം ആ മന്ത്രിക്കാണ് എന്ന ബാലപാഠം അങ്ങ് ഭരണ സമ്പ്രദായത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. ഞാൻ 2 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. അതായത് ആരോഗ്യ വകുപ്പിൽ ഇപ്പോൾ കുറെ നാളുകളായി നടക്കുന്ന വലിയ വിവാദങ്ങളെ കുറിച്ച് താങ്കൾക്കും എനിക്കുമൊക്കെ അറിയാമല്ലോ. നമ്മളൊക്കെ ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ. അവിടെ ഒരു ആശുപത്രി കെട്ടിടത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആശുപത്രിയിൽ വയറിനകത്ത് കത്രിക തുന്നിക്കെട്ടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ പരാതി പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കളെ പോലുള്ള ആളുകൾ, അത് വകുപ്പ് മന്ത്രിക്ക് അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. അത് മെഡിക്കൽ വകുപ്പിന് ഡയറക്ടറുണ്ട്, ഹെൽത്ത് സർവീസസിന് ഡയറക്ടറുണ്ട്,
അവിടെ ചില സൂപ്രണ്ടന്മാരുണ്ട്, നേഴ്സുമാരുണ്ട്, അത് അവരുടെ കാര്യമാണ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത്രയും ബാലിശമായിട്ടാണ് ഒരു ഭരണ സംവിധാനത്തെ താങ്കൾ കാണുന്നത്? അതുപോലെ ഓരോ വകുപ്പിനെ കുറിച്ച് പറയാം. വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നതായ കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാനാണോ താങ്കൾ ശ്രമിക്കുന്നത്? താങ്കളുടെ തുടക്കത്തിൽ പറഞ്ഞു കേട്ടു അവിടെ മൂന്ന് ഉദ്യോഗസ്ഥന്മാരാണ് പ്രധാനമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഒടുവിൽ വി മുരാരി ബാബു, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ലെങ്കിൽ ബാലസുബ്രഹ്മണ്യൻ, ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള കുറെ ആളുകളും അതോട് ബന്ധപ്പെടുത്തിയുള്ള ചില ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് ഈ കള്ളത്തിനും കൊള്ളയ്ക്കും കൂട്ടുനിന്നത് എന്ന് പറയാൻ താങ്കൾക്ക് എങ്ങനെയാണ് ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ തോന്നുന്നത് എന്ന് അങ്ങന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അവിടെ ആത്യന്തികമായ ഉത്തരവാദിത്തം അവിടുത്തെ ബോർഡ് പ്രസിഡന്റിനും ആ ബോർഡ് പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്ന ദേവസ്വം മന്ത്രിക്കുമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് താങ്കൾ ഇനിയും ഈ വാദവുമായി മുന്നോട്ട് പോകരുത്, പരിഹാസപാത്രമായി തീരും. മന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന വാദം അമ്പേ പൊളിഞ്ഞ വാദമാണ്. ഏത് വകുപ്പിലാണെങ്കിലും അതിലൊരു മന്ത്രി ഉണ്ടെങ്കിൽ ആത്യന്തികമായ ഉത്തരവാദിത്വം ആ മന്ത്രിക്കാണെന്നുള്ള ഭരണ സമ്പ്രദായത്തിന്റെ കേവലമായ പാഠം താങ്കൾ ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കും എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു ഈ കഴിഞ്ഞ 6 വർഷമായി 2019 മുതൽ നടക്കുന്നതായിട്ടുള്ള ഈ പകൽ കൊള്ളയെ കുറിച്ച്, കൊള്ളയെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നത് പിണറായി സർക്കാരിന്റെ ഒരു മേന്മ കൊണ്ടാണ് എന്ന് താങ്കൾ വീണ്ടും വസ്തുതാവിരുദ്ധമായി പറയുകയാണ്. എങ്ങനെയാണ് ഈ അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടത്? ഇത് പിണറായി സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘമല്ല ഈ SIT എന്ന് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചതായിട്ടുള്ള ഒരു കമ്മീഷനാണ്, ഒരു അന്വേഷണ കമ്മിറ്റിയാണ് എന്നുള്ളത് താങ്കൾക്ക് അറിയാമെന്നാണ് എന്റെ വിചാരം. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, യാതൊരു വിധത്തിലും നിങ്ങൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ സർക്കാരിൽ കൊടുക്കാൻ പാടില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ നേരിട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സർക്കാരിനെ കുറിച്ചുള്ള വിശ്വാസ്യത ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എത്രയുണ്ട് എന്ന് താങ്കൾ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി സർക്കാരിന്റെ എന്തോ ഒരു വലിയ തൊപ്പിയിലെ വലിയ പൊന്തൂവലാണ് ഈ അന്വേഷണം എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയല്ല ഈ അന്വേഷണ സംവിധാനം ഉണ്ടായത് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആളുകൾ വെറും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന ഈ തരത്തിലുള്ള മുരാരി ബാബു മാത്രമല്ല, എത്രയോ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവിടെ കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകം വെച്ച് എത്രയോ ബോർഡ് പ്രസിഡന്റന്മാർ അവിടെ പ്രവർത്തിച്ചിട്ട് പോയിരിക്കുന്നു. എത്ര മന്ത്രിമാർ അവിടെ ഈ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് അധികാരത്തിലിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിച്ചതായ ദേവസ്വം മന്ത്രിയും ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും താഴോട്ടുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും, അതിനുശേഷം 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അധികാരത്തിൽ വന്ന ദേവസ്വം മന്ത്രിയും ആ കാലഘട്ടത്തിൽ അധികാരത്തിലിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും താഴോട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഈ കാട്ടുകൊള്ളയിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പോൾ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ഈ SIT 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ കൊടുത്തല്ലോ. അതിനെ ബന്ധപ്പെടിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും ഇതിനോടകം വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എത്ര ഗുരുതരമായ കൃത്യവിലോപമാണ് അവിടുത്തെ ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ കൊള്ളയിൽ നടത്തിയത് എന്നത് അക്കമിട്ട് അവിടെ നിർത്തി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി ഇനി സാധിക്കുക? ബി ജെ പി പ്രതിനിധി പി കൃഷ്ണദാസിലേക്ക് കൂടി പോവുകയാണ് സാർ. ശ്രീ പി കൃഷ്ണദാസ്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കം നടത്തുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ ഇപ്പോൾ മുരാരി ബാബുവും അകത്തായിരിക്കുന്നു. ഇന്ന് 10 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ? ശ്രീ ബിനു, ഒന്നൊന്നായി ദേവസ്വം ബോർഡിന്റെയും അതിന് നേതൃത്വം കൊടുക്കുന്ന വകുപ്പിന്റെയും, വകുപ്പ് എന്ന് പറഞ്ഞാൽ ദേവസ്വം വകുപ്പാണല്ലോ, ആ വകുപ്പിന്റെയും നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ
അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ അവരെല്ലാവരും ഇനി ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഒരു ദേവസ്വം ബോർഡിന് മാത്രമായി ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്ത് ഈ വസ്തുക്കളെല്ലാം കടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? നമുക്കങ്ങനെ വിശ്വസിക്കാമെന്ന് വിചാരിക്കാം. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് ഇത് നടന്നത് എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരും അവരെന്തെടുക്കുകയാണ്? ആഭ്യന്തര വകുപ്പല്ലേ പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വലിയൊരു കള്ളത്തരവും ഒരു വലിയ തോന്നിവാസവും അവിടെ നടക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആ കളവ് നടത്തിയതിനെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ഒരു അന്വേഷണം നടത്തണ്ടേ? തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അന്വേഷണം നടത്തണ്ടേ? അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലും നടപടികൾ നടക്കുന്ന സ്ഥലത്തുമല്ലേ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞു വെക്കാനാണ് ഇപ്പോ വലിയ വ്യഗ്രതയോടുകൂടി ഇടതുപക്ഷത്തെ നേതാക്കന്മാർ വലിയ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുമായിരുന്നു? 98-ൽ 99-ൽ എല്ലാം നടന്നിട്ടുള്ള സ്വർണം പാളികൾ അവിടെ നിർമ്മിക്കുന്നതും അവിടെ സ്ഥാപിക്കുന്നതുമായിട്ടുള്ള നടപടികൾ, ദ്വാരപാലക ശില്പത്തിലടക്കം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 27-28 കൊല്ലമായിരിക്കുന്നു. അതിനിടയിൽ മാറി മാറി വന്ന ദേവസ്വം ബോർഡുകളുണ്ട്. അത് UDF-ന്റെ കാലത്തുമുണ്ട്, LDF-ന്റെ കാലത്തുമുണ്ട്. അത് 2018-19 ആയപ്പോഴത്തേക്ക് നമ്മൾ ആ കാലഘട്ടം പ്രത്യേകം ഒന്ന് കണക്കാക്കപ്പെടേണ്ടതാണ് ശ്രീ ബിനു. ഒന്ന്, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങൾ നടന്നൊരു കാലഘട്ടം. അതിന്റെ തൊട്ടടുത്ത 2 വർഷങ്ങളിൽ പൂർണ്ണമായും ശബരിമല അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും അടച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം. ഈ വലിയ സമയത്തിന്റെ കാലഘട്ടം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വലിയ തട്ടിപ്പും കൊള്ളയും നടത്തിയിരിക്കുന്നത്. ഇത് വെറും കൊള്ളയല്ല, വലിയ തീവട്ടിക്കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവിറക്കി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കോടതിയുടെ നിരീക്ഷണത്തിലാക്കി. കോടതി ഒരു മുൻ ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജിയെ തന്നെ ഇതിന്റെ നടപടികൾ നിരീക്ഷിക്കാനും അത് കൃത്യമായി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് വ്യവസ്ഥ വരുത്താനുമുള്ള ഓർഡർ ഇറക്കി. അതിനുശേഷം മിനിങ്ങാന്ന് ചൊവ്വാഴ്ച അതിന്റെ തുടർ ഓർഡറിന്റെ 8ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ ഈ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് മന്ത്രിക്കും ഒരു നിമിഷം തുടരാൻ കഴിയും. ആ 8ാമത്തെ പാരഗ്രാഫിൽ കോടതി അക്കമിട്ട് ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ പറയുകയാണ്. അവിടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിട്ടുള്ള വീഴ്ചകൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ക്ഷേത്രത്തിന്റെ തന്ത്രി പ്രത്യേകം ആ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകരുത് എന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അത് പറഞ്ഞതിന് ശേഷം അതിൽ കൃത്രിമത്വം നടന്നിരിക്കുന്നു, അതിന്റെ ഒരു രേഖകളും ഒരു രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ കൊണ്ടുപോകുന്നതാണെങ്കിലും കൊണ്ടുവരുന്നതാണെങ്കിലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വത്തുവകകൾ, ക്ഷേത്രത്തിന്റെ സ്വർണം, ഇതെല്ലാം എടുത്ത് പുറത്തു കൊണ്ടുപോയി ഇത്രയും വലിയൊരു കൊള്ള നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇപ്പോഴും ന്യായീകരിച്ച് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ നേതൃത്വവും അതുപോലെ തന്നെ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 1-2 ആളുകളിൽ ഒതുങ്ങുന്നതല്ലെന്നേ. ഇതൊരു പോറ്റിയിലും ഒരു മുരാരി ബാബുവിലും ഒന്നും ഒതുങ്ങുന്നതല്ല. അങ്ങനെ ഒതുക്കാനും കഴിയില്ല. കാരണം ഒരു പോറ്റി വിചാരിച്ചാലോ ഒരു മുരാരി ബാബു വിചാരിച്ചാലോ ശബരിമല ക്ഷേത്രത്തിന്റെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകാനോ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയിട്ടുള്ള അതിന്റെ പാളികൾ ഇളക്കിക്കൊണ്ടുപോകാനോ ഒന്നും കഴിയുന്ന കാര്യമല്ലെന്നേ. അത് ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കവും അതോടൊപ്പം തന്നെയുള്ള ശ്രമവും അതോടൊപ്പം തന്നെയുള്ള പ്രവർത്തനവും അതിന് സംരക്ഷണവും രാഷ്ട്രീയ സംരക്ഷണവും ഇല്ലെങ്കിൽ ഇതിനൊരാൾക്കും ധൈര്യം വരില്ല. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഒരു ദേവസ്വം ബോർഡ് ഭരണസമിതിക്കോ അത് സർക്കാർ നിശ്ചയിക്കുന്നതല്ലേ. നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ മാറ്റാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പൂർത്തിയാക്കാണ് ബിനു. അങ്ങനെ സർക്കാരിന്റെ ഒത്താശയോടുകൂടി നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരു ബോർഡിന് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പിന്തുണയും ഒത്താശയും നേതൃത്വത്തിന്റെ സംരക്ഷണവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തരത്തിലൊരു വലിയ കൊള്ള നടത്താൻ, തട്ടിപ്പ് നടത്താൻ, തട്ടിച്ചു കൊണ്ടുപോകാൻ ഉള്ള ധൈര്യം ഉണ്ടാവുക? ഇത് ആരെയായി പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത്? അപ്പൊ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയ സംരക്ഷണം ഇല്ലെങ്കിൽ ഇത് നടത്താൻ കഴിയുന്ന കാര്യമല്ല. അതിൽ കൃത്യമായി സർക്കാരിന്റെ പങ്ക് പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണത്തിൽ അത് പുറത്തു വരും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം സുശക്തമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണമാണ്. ഞങ്ങൾ ഒന്നുകൂടി ആവശ്യപ്പെടുന്നത്, ഇത് ഒരു 28-30 കൊല്ലക്കാലത്ത് ഒരു കാലയളവുണ്ട് ഇതിന്.
ഈ കാലയളവിനുള്ളിൽ ഈ സർക്കാർ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വാദം ഞങ്ങളുടെ കാലഘട്ടത്തിലല്ല. അതുകൊണ്ടാണല്ലോ മുൻ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ പറഞ്ഞത് 2018 ഇത് കൊടുക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ അത് ചെമ്പായിരുന്നു എന്ന് പറയുകയാണ്. അത് എന്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ശ്രീ ബിനു? അത് മുൻകാലത്ത് ദേവസ്വം ബോർഡുകൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കാൻ. അപ്പൊ ഇത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ആ മുൻകൂർ ജാമ്യം ഒഴിവാക്കാൻ ഇത് അവിടെ കൊടുത്തിട്ടുള്ള 98 മുതൽ ഉണ്ടായിട്ടുള്ള എല്ലാ നടപടികളും അന്വേഷണ വിധേയമാക്കണം. അത് കേന്ദ്ര ഏജൻസി പോലെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം. കാരണം ഇതിൽ നടന്നിട്ടുള്ള ഒരു കളവ് മാത്രമല്ല, ഇതിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. കളവാണെങ്കിൽ കളവ് കേസ് മാത്രം എടുത്ത് അവസാനിപ്പിക്കാം. പക്ഷെ ഇതിലൊരു സർക്കാർ തലത്തിലുള്ള ഒരു വലിയ അഴിമതിയുണ്ട്. ആ അഴിമതി അന്വേഷിക്കണമെങ്കിൽ CBI പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ കൃത്യമായി ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. രജിത്തിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. രജിത്ത്, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മുരാരി ബാബുവിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചുമതലയേറ്റു. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിൽ നിന്നാണ് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും സ്വർണം പൊതിഞ്ഞത് എന്നതിന് പകരം ചെമ്പ് പൊതിഞ്ഞത് എന്നാക്കിയത്. 2019 മുതൽ 24 വരെയുള്ള ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി മുരാരി ബാബുവാണ്. വ്യാജരേഖ ചമച്ചതിൻ്റെ തുടക്കം മുരാരി ബാബുവിൻ്റെ കാലത്താണെന്നാണ് റിപ്പോർട്ട്. ഇതിനെ എങ്ങനെ കാണാം? വ്യക്തമല്ലേ, 2019 മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ചുമതലയായിരിക്കുന്ന സമയത്ത് രേഖയിൽ വ്യക്തമായി പറയുന്നു ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞാൽ 2019 ഗൂഢാലോചന ആരംഭിക്കുകയും ഈ സ്വർണം അവിടെ നിന്ന് കടത്തി തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷനിലേക്ക് എത്തുന്ന സമയത്താണ് ചർച്ചകൾ ആരംഭിക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും അറിവ് മാത്രമാണ്. ആ കാലയളവിൽ കഴിഞ്ഞ 2019 കാലഘട്ടങ്ങളിലൊക്കെ അവിടെ വൻ കൊള്ള തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വത്തിൽ നമ്മളിപ്പോൾ ശബരിമലയെക്കുറിച്ച് നമ്മൾ ഇത്രയും ഘോരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് ഇങ്ങനത്തുള്ള ഒരു ഓഡിറ്റ് നടത്തിയാൽ എത്ര കിലോ കണക്കിനുള്ള സ്വർണ്ണമാണ് ഇങ്ങനെ പോയിട്ടുണ്ടാവുക. അത്തരത്തിൽ ഈ കഴിഞ്ഞ നമ്മൾ ഈ ചർച്ച ആരംഭിച്ച കാലയളവിൽ തന്നെ നമുക്ക് കൃത്യമായി മുരാരി ബാബുവിൻ്റെ സാധ്യത എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് കോടതിയുടെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും അത്തരത്തിലുള്ള ആളുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരെയുള്ള ആരോപണങ്ങളായി രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് മുരാരി ബാബുവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഈ പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിലേക്കും ദേവസ്വം മന്ത്രിയിലേക്കും എത്താൻ ഇനി കുറച്ച് മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമേ ഉള്ളൂ. ഇവരുടെ എല്ലാം അറിവോടുകൂടി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ 2019 കാലയളവിലൊക്കെ PS പ്രശാന്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളിൽ എല്ലാവർക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ആ പങ്ക് ഇല്ല എന്ന് ഘോരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തെത്തും തോറും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും SIT തീരുമാനിക്കുന്നത് ശ്രീ വെങ്കടേഷിനെ പോലുള്ള ഉദ്യോഗസ്ഥനെ തീരുമാനിക്കുന്നത് കോടതിയാണ് എന്നുള്ളതുമാണ്. ഇന്ന് തന്നെ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് ചെയ്തു, കോടതി അറസ്റ്റ് പറഞ്ഞു. 2 ആഴ്ചത്തേക്കാണ് പോലീസ് ഈ കസ്റ്റഡിയിലേക്ക് വാങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ റിപ്പോർട്ട് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായി സർക്കാരിനെതിരായിരിക്കുമെന്നും CPM നേതൃത്വത്തിന് ഈ ഹൈന്ദവ വിശ്വാസികൾ ശബരിമല വിശ്വാസികളോട് മറുപടി പറയേണ്ടി വരുമെന്നും ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടക്കം വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ആർക്കും ഇതിന് വേണ്ടിയിട്ടുള്ള സത്യസന്ധമായ ഒരു മുഖം ഈ പൊതുജനങ്ങൾക്ക് മുൻപിൽ കാണിക്കാൻ കഴിയാത്തത്. ശ്രീ PS പ്രശാന്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ഇന്ന് ഈ ഗൂർഖ വാഹനം എങ്ങനെയാണ് ഈ പറയുന്ന സ്ഥാപനത്തിലുള്ള ഈ PS പ്രശാന്ത് അല്ലെങ്കിൽ ഈ ബോർഡ് അംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? അല്ല, സ്പോൺസർമാർ കൊടുക്കുന്ന വാഹനങ്ങളാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി പോയതും ആ ഗൂർഖ വാഹനത്തിലാണ്. പക്ഷെ അതിലൊരു ഇന്നോവ ക്രിസ്റ്റ, ഏറ്റവും പുതിയ ഇന്നോവ ക്രിസ്റ്റ PS പ്രശാന്ത് സ്വന്തം ആവശ്യത്തിനാണ്
ഈ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം തന്നെ വിശ്വാസികളല്ല, അവിടെ പോയി കച്ചവടം അല്ലെങ്കിൽ അതിനെ ബിസിനസ് ആക്കുക എന്നുള്ള ചിന്തയ്ക്കപ്പുറം മറ്റൊന്നുമില്ലാതെയാണ് ഇതിനെല്ലാം എടുത്തങ്ങ് ചിലവാക്കുക, അവിടെ കിട്ടുന്നത് മുഴുവൻ അടിച്ചു മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മാത്രമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പോകുന്നത്. അല്ലാതെ വിശ്വാസത്തിനെയോ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെയോ അതിൻ്റെ പവിത്രതയോ ഒന്നും അവർക്ക് വിഷയമല്ല. ഈ പറയുന്ന വിശ്വാസികളൊന്നും അവരുടെ വിഷയമേ അല്ല. ജംബായൻ നസീർ, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതി നിയോഗിച്ചതാണ് SIT, അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ബോർഡ് പ്രസിഡന്റ്, മന്ത്രി ഇവരൊക്കെ ഇതിനകത്ത് ഉത്തരവാദികളല്ലെന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. അതെങ്ങനെ അങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു? അതിനു മുമ്പായി അതിലേക്ക് വരാം. എൻ്റെ പ്രിയ സ്നേഹിതനും സുഹൃത്തുമായിട്ടുള്ള BJPയുടെ P. കൃഷ്ണദാസ് സാറ് സംസാരിച്ചത് ഞാനത് വളരെ കൗതുകത്തോടെയാണ് കേട്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. നിങ്ങൾ ഈ UDFും ഈ BJPയും അനിയമ്പാവ ചേട്ടമ്പാവ കളിയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. BJPയുടെ സംസാരത്തിൽ മനസ്സിലായി. അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തിരിച്ചങ്ങ് അടിക്കുവാണ്. സാർ ഒരു ഇടപെടല്ലേ, ഒരു സെക്കൻഡ് സാറേ. ഇവിടെ നിങ്ങളെ UDF കോൺഗ്രസ് സംസാരിക്കുന്ന അതേ ശൈലിയും ഭാഷയിലും തന്നെയാണല്ലോ BJP സംസാരിക്കുന്നത്. BJP വക്താവ് സംസാരിക്കുന്ന അതേ ശൈലിയാണല്ലോ കോൺഗ്രസ് സംസാരിക്കുന്നത്. ഒരു അക്ഷരത്തിൽ വ്യത്യാസം പറ്റില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ. അതായത് മുഖ്യമന്ത്രിയുടെ മകന് EDയുടെ ഒരു നോട്ടീസ് വന്നിരുന്നു. അത് ഒരു ആവിയായി പോയെന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. MA ബേബി അടക്കം പറയുന്നതാണ് അങ്ങനെ ഒരു സാധനമില്ല എന്ന് പറയുന്നത്. അപ്പൊ ആര് തമ്മിലാണ് അനിയമ്പാവ് ചേട്ടമ്പാവ് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. സാർ, ആ പച്ച നുണ കേരള സമൂഹം പുച്ഛിച്ച് തള്ളിയില്ലേ? നിങ്ങളുടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ 3 തവണ ആ വിഷയത്തിന് മാത്രമായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചു അതിഥിയായിട്ട് വന്നു ഞാൻ സംസാരിക്കുന്നത്. ഈടെ നോട്ടീസ് അയച്ചു, മുഖ്യമന്ത്രി രേഖകളുള്ളതല്ലേ? ഇത് വെറുതെ ഒരാൾ പറയുന്നല്ലോ, ഇതിന്റെയൊക്കെ രേഖകൾ സഹിതം ഉള്ളതല്ലേ? സർ, ഈടെ അങ്ങനെ നോട്ടീസ് അയച്ചിട്ടില്ല. മനോരമ എന്ന് പറയുന്ന നോട്ടീസ് അയച്ചിട്ടില്ല എന്നല്ല, കൈപ്പറ്റിയിട്ടില്ല, നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. ഈ മനോരമ എന്ന് പറയുന്ന ഈ മഞ്ഞപത്രം, ഈ മനോരമയും ഈ BJPയുടെ ജന്മഭൂമിയും ജനവും പറച്ചുവിടുന്ന കള്ള സംഘപരിവാർ പറച്ചുവിടുന്ന കള്ള പ്രചരണ വാർത്തകൾ അത് പ്രചരിപ്പിക്കുന്നവർ അതം പതിച്ച് പോയില്ലേ? ഞാൻ പറയട്ടെ, ഇപ്പൊ ED മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയെ വരെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പിടിച്ചകത്തിടുന്ന ED കേരളം വരുമ്പോ അതൊന്നും കാണുന്നില്ല. നമ്മളിതെല്ലാം കാണുന്നുണ്ട്. മുഖ്യമന്ത്രി പോകുന്നതും. മുഖ്യമന്ത്രി അന്ന് 6 മണിക്ക് പത്രസമ്മേളനം വിളിച്ചപ്പോ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? എന്റെ മകൻ വിദേശത്ത് ജോലി ചെയ്യാണ്, ഈ ക്ലിഫ് ഹൗസിൽ എത്ര റൂമുണ്ടെന്ന് പോലും പുള്ളിക്ക് അറിയില്ല. പുള്ളി എന്തിനാണ് ആവശ്യമില്ല എന്റെ മകനെ വലിച്ചിഴക്കുന്നത്? സത്യമല്ല സാർ? മുഖ്യമന്ത്രി അങ്ങനെ പലതും പറയും. അന്ന് രാത്രി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് യുവതികളെ കയറ്റി മുഖ്യമന്ത്രി യുവതികളെ കയറ്റാൻ നിർദ്ദേശം കൊടുത്ത് പോലീസിനെ ഉപയോഗിച്ച് അർദ്ധരാത്രി യുവതികളെ അവിടെ കയറ്റി ദർശനം നടത്തിയ ശേഷം പിറ്റേന്ന് മുഖ്യമന്ത്രി വന്ന് അന്നും വാർത്താ സമ്മേളനം പറഞ്ഞെന്തോന്നറിയാം, ഇന്ന് ഹർത്താലൊന്നും ഇല്ലെന്നാ ചോദിച്ചത്. അല്ല, ഇപ്പൊ നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ ഏതെങ്കിലും ഒരു ചെറു ഇല അനങ്ങണമെങ്കിൽ പോലും മുഖ്യമന്ത്രി അറിയണമെന്ന് പറയുന്നത് നിങ്ങൾ വലിയ പ്രമാദമായ കാര്യങ്ങൾ അറിയുമ്പോൾ മുഖ്യമന്ത്രി ഇതൊന്നും അറിയത്തില്ല. മുഖ്യമന്ത്രി ആഭ്യന്തരം പിന്നെ ആരാ നോക്കുന്നത്? ബഹുമാന്യനായ ആങ്കറിനെ ചോദിക്കണം, നിങ്ങൾ നേരം വെളുക്കുമ്പോ നിങ്ങൾ ക്യാമറ ഓണാക്കുമ്പോ ഇന്ന് പിണറായി വിജയനെ എങ്ങനെ കയറാൻ പറ്റും? പിണറായി വിജയനെ എന്റെ തലയിൽ കയറി പിണറായി വിജയൻ എങ്ങനെ തകർക്കാം, എങ്ങനെ നശിപ്പിക്കാം? നിങ്ങൾ പിണറായി വിജയന്റെ സാധ്യതയൊക്കെ പിണറായി വിജയന്റെ അവിടെ ഇടപെടലൊക്കെ ഈ കേരള സമൂഹം ചർച്ച ചെയ്ത് തന്നെയാണ്. അറിയില്ലാത്തതുമെന്നുള്ള ആ പരാമർശമൊന്നും വേണ്ട. അയാൾ അറിയാതെ, ഈ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി അറിയാതെ ഇന്ന് ഈ
ശബരിമലയിൽ 2 എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് ഇരിക്കുന്നത്? ദേവസ്വം മന്ത്രി എന്തിനാണ്? മുഖ്യമന്ത്രി എന്തിനാണ്? സ്ത്രീകളെ അവിടെ അല്ല 100% അറിവോടുകൂടി തന്നെയാണ്. 100% അറിവോടുകൂടി തന്നെയാണ് പാതിരാത്രി അർദ്ധരാത്രി യുവതികളെ പോലീസിനെ കൊണ്ട് തലയും ഒക്കെ മറച്ചുകൊണ്ട് കൊണ്ടുവന്ന് കയറ്റിയത്. ഞാൻ ചോദിക്കുന്നു, പിണറായി വിജയന് കെട്ടും കെട്ടി ശബരിമലയിൽ 18-ാം പടി അയാൾ ചവിട്ടാൻ തയ്യാറാണോ? ഞാൻ ചോദിക്കുന്നതാണ്, കേരള മുഖ്യമന്ത്രിയോടാണ് ചോദ്യം. ഒരുമിച്ച് ബിജെപിയുടെ അതേ ഭാഷ പ്രയോഗം താങ്കൾ ഉപയോഗിച്ച് ഞാൻ തങ്ങളെ കാരണം എന്റെ പ്രിയ സുഹൃത്തെ കോൺഗ്രസ് വക്താവായിട്ടുള്ള രഞ്ജിത്ത് രവീന്ദ്രന്റെ വായുന്നത് ബിജെപിയുടെ ഇപ്പൊ അമിത്ഷായെ കാണാൻ പോയത് മുഖ്യമന്ത്രി പോയി ശില്പങ്ങളൊക്കെ കൊടുത്തതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുക. കേരളീയ പൊതുസമൂഹം കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. രഞ്ജിത്ത് രവീന്ദ്ര നിങ്ങളെ ബിജെപിയുടെ ഇതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊട്ടിക്കൊഴിച്ച് നടത്തിയ ഞാൻ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഞാനത് പറയട്ടെ. രഞ്ജിത്ത് ഒന്ന് നിർത്താം. രഞ്ജിത്ത് നിർത്താവോ? ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് അയ്യപ്പ സംഗമം കൊട്ടിഘോഷിച്ച് നടത്തി പൊളിഞ്ഞടുങ്ങിയ ആ അയ്യപ്പ സംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നത് യോഗി ആദിത്യനാഥാണ്. അപ്പൊ നിങ്ങളാണ് ചേട്ടന് പാവ അനിയൻ പാവയും കളിക്കുന്നത്. സാർ ഞാൻ അതൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എന്നിട്ട് നിങ്ങൾ സംഘപരിവാറിന്റെ ചർച്ചയെ കുറിച്ച് സംഘപരിവാറിന്റെ ശബ്ദമാണോ അതിനെ കുറിച്ച് നമുക്ക് രണ്ടാമത് സംസാരിക്കാം. പറഞ്ഞോളൂ പറയട്ടെ. ഇവിടെ നിങ്ങൾ കോൺഗ്രസ് വക്താവായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്, പിന്നെ ആങ്കർ. നിങ്ങൾ എൻ്റെ സത്യത്തിൽ നിങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ അതേ ഇത് നിങ്ങൾ തുടർന്നേ പറ്റുള്ളൂ. ഇവിടെ ഇടതുപക്ഷമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ 4 പേര് സംസാരിക്കുന്ന ബിജെപി അടക്കം നേരത്തെ സംസാരിക്കുന്നതെല്ലാം ഒരേ വാക്കുകളാണ്, ഒരേ അല്ലല്ല. ഇത് ജനങ്ങളുടെ ശബ്ദമാണ്, ജനങ്ങളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇത് പാർട്ടിയല്ല, ഇത് കേരളീയ പൊതുസമൂഹമാണ് എന്ന് കണ്ടാൽ മതി നമ്മുടെയൊക്കെ വാക്കുകളെ. നിങ്ങൾ ഈ യോഗി ആദിത്യനെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞു സാർ. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് സ്കൂൾ വിട്ടുകൊടുത്തത് കാര്യങ്ങളിലേക്ക് പോകണ്ട. നമ്മൾ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. നിങ്ങൾ ജനസംഘമായിട്ട് മുമ്പ് പിന്തുണയായിട്ട് പോയില്ല. വർഗീയ പാർട്ടികളായ എസ്ഡിപിഐക്കാരൻ കൈയടിച്ചോടുക്കാൻ തിരുവനന്തപുരത്താണ് എന്ന് ഓർക്കണം. പണ്ട് നിങ്ങളുടെ മുന്നണിയിൽ RSS ഇല്ലായിരുന്നോ? നിങ്ങൾ പറഞ്ഞു ബിജെപിയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന്. സാർ RSSന്റെ കൊലക്കത്തിക്ക് മുന്നേ പിടഞ്ഞ് വീണ് മരിച്ച 200 കണക്കിന് സഖാക്കളുണ്ട് സാർ. അതല്ല, അത് വിളമ്പാനുള്ള സ്ഥലമല്ല ഇത്. അത് തിരിച്ചു എല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്ന സംഭവം കിടപ്പുണ്ട്. ശ്രീ വെമ്പാ നസീർ, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്നില്ലേ? അല്ലല്ല, നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്നില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ വിഷയം വിട്ട് പോകണ്ട. വിഷയം വിട്ട് പോകണ്ട. ഞാൻ പറഞ്ഞതിലേക്ക് വാ. അതായത് ഞാൻ പറഞ്ഞതിലേക്ക് വാ. ഈ അന്വേഷണ സംഘം SIT എന്തായാലും ഞാനിപ്പോൾ ഈ നിങ്ങളുടെ ബഹളം കാരണം ഞാൻ പ്രൊഫസർ AG ജോർജിലേക്ക് പോവുകയാണ്. പ്രൊഫസർ AG ജോർജ്, ഇവിടെ ഇപ്പോൾ ഈ പോറ്റി കഴിഞ്ഞിട്ട് മതി മുരാരി ബാബു എന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. കാരണം പോറ്റിയെ കുറേ ദിവസമായി ചോദ്യം ചെയ്യുകയാണ്. നിഗൂഢതകൾ നിറഞ്ഞ പോറ്റിയാണ്, വട്ടിപ്പലിശയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് പോറ്റിക്ക്. അപ്പോൾ അതുകൊണ്ട് മുരാരി ബാബുവിനെ ഞങ്ങൾക്ക് ഇച്ചിരി സമയം തരൂ, പിന്നീട് മതി എന്നാണ് SIT പറയുന്നത്. ഇതിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്, വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ശ്രീ പ്രൊഫസർ AG ജോർജ്. അല്ല, ഈ പോറ്റിയിൽ മാത്രം ഈ ഒതുങ്ങുന്ന സംഭവമല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തതും എല്ലാ മാധ്യമങ്ങളും മുന്നോട്ട് വെച്ചതായ ഒരു പരമ യാഥാർത്ഥ്യമാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് പോറ്റി എന്ന് പറയുന്ന ഒരു ഉപകരണമായി മാത്രം പ്രവർത്തിച്ച ഒരാളാണെന്ന് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അയാളുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റസ് തന്നെ എന്താണെന്ന് നമുക്കറിയാമോ? അദ്ദേഹം ഒരു വെറും അറ്റൻഡർ ആണ്. ഞാൻ അറ്റൻഡർ ജോലി മോശമാണ് എന്നുള്ള അഭിപ്രായത്തിലല്ല പറയുന്നത്. അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ യാതൊരു തരത്തിലും തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല. വെറും ക്ലാസ് 4 ജീവനക്കാരനായിട്ടുള്ള ഈ പറയുന്ന പോറ്റിക്ക് ഈ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും അതുപോലെയുള്ള ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ എടുത്തുകൊണ്ടുപോയി ഇന്ത്യയുടെ മറ്റ് തെക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് 40-ാം ദിവസം തമിഴ്നാട്ടിലെ ഒരു പൂശൽ കമ്പനിയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കാൻ ഇയാളെ അധികാരപ്പെടുത്തിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അതിനാരാണ് ഉത്തരം പറയേണ്ടത്? അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇയാൾ സ്വന്തം നിലയിൽ പോയി ഈ കട്ടളയൊക്കെ ഇളക്കിക്കൊണ്ട് പോയി, വാതിൽപ്പടി ഇളക്കിക്കൊണ്ട് പോയി, ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു വാദമാണോ ഇത്? അപ്പോൾ അയാളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം ഉന്നത ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡിലുണ്ട്. അത് ഓരോരുത്തരായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമതായിട്ടാണല്ലോ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന മുരാരി ബാബുവിലും തീരത്തില്ല പ്രശ്നങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി ആന്ധ്രയിലും അതുപോലെ തമിഴ്നാട്ടിലും ഇത് കൊണ്ടു നടന്ന് 39 ദിവസത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട ജയറാമിന്റെ വീട്ടിൽ വരെ കൊണ്ടുവച്ച് പൂജ നടത്തി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ആ ലക്ഷക്കണക്കിന് രൂപ ഇയാൾ വീട്ടിൽ കൊണ്ടുവന്ന് വട്ടിപ്പലിശയ്ക്ക് കടം കൊടുക്കുകയും ധാരാളം വസ്തുക്കൾ സമ്പാദിക്കുകയും ചെയ്തു എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള രേഖകൾ പുറത്തു വന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ക്ലാസ് 4 ജീവനക്കാരന് സ്വന്തമായി ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? അപ്പോൾ മുരാരി ബാബുവിലും അവിടെ നിൽക്കുന്നില്ല. അതിന് മുകളിലുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിന് മുകളിലുള്ളതായിട്ടുള്ള ബോർഡ് പ്രസിഡന്റന്മാരുണ്ട്. അപ്പോൾ പ്രസിഡന്റന്മാരാകട്ടെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ അവരുടെ ഒത്താശ കൂടാതെ ഇതുപോലെ ഒരു വലിയ ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും വാതിലും ഒക്കെ ഇളക്കിക്കൊണ്ടു പോകാൻ കഴിയുമെന്നും അങ്ങനെ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ സ്വർണമായിരിക്കുന്ന വസ്തുവിനെ റിപ്പോർട്ടുകളിൽ രേഖകളിൽ ചെമ്പാക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു നാലാം ക്ലാസ് ജീവനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ബിനു എന്ന കാര്യം വ്യക്തമാണ്. ഞാൻ വാക്യങ്ങൾ വാക്യങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് അവസരം തരണം. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കാര്യങ്ങൾ വാക്യങ്ങൾ ഇടയ്ക്ക് കയറി മുറിക്കാൻ ശ്രമിക്കരുത്. ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് ഏതെല്ലാം മാർഗത്തിലൂടെ ന്യായീകരിച്ചാലും ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് പുറത്തു വരും. ഒരു കാര്യം കൂടെ ഇപ്പോൾ ഞാൻ പറയുന്നു. ഈ കാലതാമസം മറ്റുദ്യോഗസ്ഥന്മാരെ പുറത്തു കൊണ്ടുവരുന്നതിനുണ്ടാക്കിയാൽ സ്വാഭാവികമായി ഇത് സംബന്ധിച്ച രേഖകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും. പല രേഖകളും ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പുറത്തു നിൽക്കുകയാണ്. അവർ നന്നായി പണിയുന്നുണ്ട്. അതുകൊണ്ട് രേഖകൾ പോലും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അന്വേഷണത്തെ തന്നെ അത് ബാധിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് കേവലമായ സംശയമുണ്ടെന്ന് കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ശരി, പി കൃഷ്ണദാസിലേക്ക് കൂടി പോവുകയാണ്. പി കൃഷ്ണദാസ്, ഈ പേരാമ്പ്രയിലെ പോലീസിൻ്റെ ക്രൂരമർദ്ദനം ആസൂത്രിതമെന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MP പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം ദൃശ്യങ്ങൾ സഹിതമാണത് കാണിച്ചത്. അതായത് മുന്നിൽ നിന്നല്ല അടിച്ചത്, മൂന്നാമതും തന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കിയപ്പോൾ മറ്റൊരു പോലീസുകാരൻ തടഞ്ഞു. ഇത് അറിയാതെ പറ്റിയതാണെന്ന് പറയാൻ പറ്റുമോ? അതോടെ ഗ്രനേഡ് ഉണ്ടായിരുന്നു. അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഗുണ്ടയാണ് പോലീസ് അതിക്രമത്തിന് നേതൃത്വം നൽകിയത്. പിരിച്ചുവിട്ട പോലീസുകാരനാണ്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണാം? ശ്രീ ബിനു, അതൊക്കെ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗം മാത്രമാണ്. അതിൽ പോലീസുകാർ തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ, പോലീസിനെതിരെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, കോൺഗ്രസുമായി CPM-ഉമായിട്ടുള്ള താഴെ തട്ടിലുള്ള പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ. അതിന്റെയൊക്കെ ഭാഗം എല്ലാവരും ഒരു മുന്നണിയാണല്ലോ, ദേശീയ തലത്തിലൊരു മുന്നണിയായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല.
അതൊക്കെ അത് പരാതിക്കാരനും പ്രതിയുമായിട്ടുള്ള ആളുകൾ തമ്മിൽ അതിന്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ. അതൊന്നും ഒരു പ്രധാനപ്പെട്ട അല്ല, വിഷയമായിട്ടുള്ള കാര്യമല്ല. അത് ഡിവൈഎസ്പി ഹരിപ്രസാദ് ഒരു കയ്യിൽ ടിയർ ഗ്യാസും വെച്ച് മറുകയിൽ ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വന്നത്. അത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാൻ കഴിയില്ല അതിനൊന്നും. അല്ല, അത് തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസിന്റെ വാദം. പോലീസ് പിറ്റേ ദിവസം പറയുന്നത് തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ്. അതൊക്കെ ഒരു ക്രിമിനൽ കേസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന, സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ ഒന്നും ഒരു ചർച്ചയുടെ ഭാഗമായി പോകേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസിന്റെ ആളുകൾ അത് ചർച്ച ചെയ്തോട്ടെ, അതിനൊന്നും തെറ്റൊന്നുമില്ല. LDF-ന്റെ പ്രതിനിധി ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നത് BJP-ക്ക് ഒരേ സ്വരമാണ്. അതെ, ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കാര്യത്തോട് വിശ്വാസമാണ്. ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന LDF-ന്റെ പ്രതിനിധി നേരത്തെ ശ്രീ ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല, ഒരു മുന്നണിയുമല്ല. ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കോടതി ഉത്തരവിലൂടെയാണ്. സ്വർണ്ണപ്പാളികൾ എവിടെ എന്ന കോടതിയുടെ ചോദ്യത്തോടു കൂടിയിട്ടാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയ പാളികൾ എവിടെ എന്ന് ചോദിച്ചതിലൂടെയാണ് ഈ വിഷയം പുറത്തു വന്ന പൊതുസമൂഹം അറിയുന്നത്, രാഷ്ട്രീയ പാർട്ടികളടക്കം, മുന്നണികളടക്കം. അപ്പൊ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല. ഇതിലുള്ളത് അയ്യപ്പന്റെ മുതൽ കട്ടുകൊണ്ടുപോയ ആളുകൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ്. ഇതിലല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയമോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകളോ ഒന്നും LDF-ന്റെ പ്രതിനിധി സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ കാണുകയും വേണ്ട, ആരോപിക്കുകയും വേണ്ട, ആരോപിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഇതിൽ നിങ്ങളുടെ സർക്കാരിന് ഈ അന്വേഷണത്തിൽ ഒരു പങ്കുമില്ല. ഇത് പുറത്തു കൊണ്ടുവന്നതിലും ഒരു പങ്കില്ല. നിങ്ങൾക്ക് ആകെയുള്ള പങ്ക് ഇത് കട്ടുകൊണ്ടുപോയതിൽ മാത്രമാണ്. ഇത് നേരത്തെ ശ്രീ ജോർജ് സാർ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ചെറിയ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളത്, സാർ, ഇതിന്റെ ഈ രേഖകൾ ഇനി കളയും എന്നുള്ളതല്ല. ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ അത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. രേഖകൾ ഉണ്ടെങ്കിലല്ലേ കളയേണ്ടതുള്ളൂ. ഇത് കൊണ്ടുവന്നതിനും കൊണ്ടുപോയതിനും, ഇത് കടത്തിക്കൊണ്ടുപോയതിനും തിരിച്ചു കൊണ്ടുവച്ചതിനും ചെമ്പാക്കിയതിനും ചെമ്പാക്കി മാറ്റുന്നതിനും ഒന്നും ഒരു രേഖയും ദേവസ്വത്തിന്റെ ഒരു സ്ഥലത്തും സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇളക്കുക, കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, സ്വർണം എടുത്തു മാറ്റുക, കളവ് നടത്തുക, നല്ല തട്ടിപ്പ് നടത്തുക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റുപ്യ അതിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് അത് 14 ദിവസത്തോളം കൊണ്ടു നടന്ന് അതിന്റെ വ്യാപാരം നടത്തി, അതിന്റെ കച്ചവടം നടത്തി, വിശ്വാസ കച്ചവടം നടത്തി, അതിൽ നിന്ന് പണം ഉണ്ടാക്കുക. ഈ ഒരു പ്രവൃത്തി മാത്രമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഇതിൽ മറ്റെന്തെങ്കിലും ഇനി രേഖയുണ്ടാക്കി കൃത്രിമം കാണിക്കാനില്ല. നല്ല കൃത്രിമം തുടക്കം മുതൽ കാണിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അതിന്റെ എല്ലാ രേഖകളും, അതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ പരിശോധനത്തിന് ശേഷമാണല്ലോ ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിൽ അക്കമിട്ട് പറയുകയല്ലേ കോടതി, A മുതൽ I വരെയുള്ള ഖണ്ഡികകളിലായി പറയുകയാണ് എവിടെയൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയിട്ടുള്ളത്, എവിടെയാണ് ബോർഡ് വീഴ്ച വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ശ്രീ ബിനു, ഈ ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഒരു പ്രസിഡന്റ്, ഈ പ്രസിഡന്റ് എങ്ങനെ വന്നു എന്നുള്ളത് അറിയണ്ടേ. 98-ൽ ഈ സ്വർണം വന്നതിന് ശേഷം, അതിന്റെ ശേഷമുള്ള കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നയാളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പൊ എങ്ങനെയാണ് ആ പ്രസിഡന്റ് ആ മുന്നണിയിലെത്തി ഒരു ദേവസ്വം ബോർഡിന്റെ ചെയർമാനായി എന്നുള്ളത് കൂടി അന്വേഷിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ. അപ്പൊ സ്വാഭാവികമായും അതിന്റെ എല്ലാം പിന്നിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ്, എവിടെയാണ് ഇതിന്റെ കള്ളക്കളികൾ നടന്നിട്ടുള്ളത്, എന്തായാലും ഇത് പുറത്തു വരുമല്ലോ, അന്വേഷണം നടക്കുകയല്ലേ. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കളവും തട്ടിപ്പും നടത്തിക്കൊണ്ട് അതിനെ മറച്ചു വെക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഇത് വലിയ, ഇത് ഒരു വ്യക്തിയോടോ ഒരു സ്ഥാപനത്തോടോ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല. ലക്ഷോപലക്ഷം വരുന്ന, കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളോട് മുഴുവൻ ചെയ്തിട്ടുള്ള ഒരു കൊടും പാതകവും തട്ടിപ്പും കൊള്ളയുമാണ്. അപ്പൊ ഇത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന വിശ്വാസത്തിന്റെ പ്രശ്നമോ ഒരു സമൂഹത്തിലോ ഒരു സംവിധാനത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു നടപടിയാണ് അയ്യപ്പ സംഗമം നടത്തിയല്ലോ. നേരത്തെ ശ്രീ ബിനു സൂചിപ്പിച്ചില്ലേ, അയ്യപ്പ സംഗമം നടത്തി പമ്പയിൽ വന്ന് വലിയ ഘോരഘോരം പ്രസംഗം നടത്തി ഞങ്ങളിവിടെ 3000 ചില കോടി രൂപ ചെലവാക്കി. 1 കോടി രൂപ ചെലവാക്കിയതിന്റെ കണക്ക് അവിടെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞോ? എല്ലാ പദ്ധതികളും മുഖ്യമന്ത്രി അന്ന് സ്റ്റേജിൽ നടത്തി എന്ന് പറയുന്ന ഒരു പദ്ധതിയും നടപ്പാക്കപ്പെടാത്തതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതല്ലേ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേവസ്വം ബോർഡിന് അങ്ങനെ പണമെടുത്ത് കൊടുക്കാൻ, അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ പണമെടുത്ത് കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുമോ? ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ശ്രീ ബിനു,
അവിടെ ദേവസ്വം ബോർഡിന് വേണ്ടി എന്തെങ്കിലും സർക്കാർ ഏതെങ്കിലും വകുപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ദേവസ്വം ബോർഡിൽ നിന്ന് പണമടയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസിന് പണമടയ്ക്കുന്നുണ്ട്, വാട്ടർ അതോറിറ്റിക്ക് പണമടയ്ക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന് പണമടയ്ക്കുന്നുണ്ട്, KSEBക്ക് പണമടയ്ക്കുന്നുണ്ട്, PWDക്ക് പണമടയ്ക്കുന്നുണ്ട്, ടോൾ പിരിക്കുന്നുണ്ട്, KSRTCയുടെ വാഹനങ്ങളാണ് നിലക്കൽ നിന്ന് പോകുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ, ദേവസ്വം ബോർഡിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഈ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വകുപ്പ് ചെയ്താൽ അതിന് പണം ദേവസ്വം ബോർഡിൽ നിന്ന് അങ്ങോട്ട് സർക്കാർ ഈടാക്കുന്നുണ്ട്. ആ സർക്കാരാണ് പറയുന്നത് ഞങ്ങളിവിടെ പണം ചെലവാക്കിയത്, ഒരു കണക്കൊന്ന് പുറത്തുവിടട്ടെ, ഒരു ധവളപത്രം ഒന്ന് പുറപ്പെടുവിക്കട്ടെ. ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിന് ചെലവാക്കിയിട്ടുള്ള പണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 1 രൂപ പോലും ഞങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കില്ല എന്ന് പറഞ്ഞു. എത്ര എടുത്തിട്ടുള്ളത് ശ്രീ ബിനു? 8 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 3 കോടി രൂപയാണ് എടുത്തിട്ടുള്ളത്. ബിനു സൂചിപ്പിക്കാം, ഞാൻ പൂർത്തിയാക്കാം. ഇതിൽ ഏറ്റവും സുപ്രധാനമായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ബിനു. ഇവരുടെ എല്ലാം ഈ ഇടപാടുകൾ നടക്കുന്ന കോൺട്രാക്ടിങ് ഏജൻസി ആരാണെന്ന് അറിയാമോ? അത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് 3 കോടി രൂപ കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്ക് വേണ്ടി പണം വകയിരുത്തിയിട്ടുള്ളത്, കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരെ പറ്റിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കളവ് പറഞ്ഞ് ഉത്തരവ് വാങ്ങി അങ്ങോട്ട് ഓഫർ ചെയ്ത് ഞങ്ങളൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് വാങ്ങി അയ്യപ്പ സംഗമം നടത്താനുള്ള നടപടി ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ദിവസം 3ാമത്തെ ദിവസമായിട്ട് പണം കൊടുക്കാനുള്ള ഉത്തരവ് വ്യക്തമാണ്. രജിത്ത് ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് ഇത് മറയ്ക്കാനാണ് എന്ന രീതിയിലാണല്ലോ ചർച്ച. ഈ പോലീസിന്റെ ക്രൂരമർദ്ദനം ആസൂത്രിതമെന്ന് അദ്ദേഹം ഇന്ന് ദൃശ്യങ്ങളടക്കം കാട്ടിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഇത് പിരിച്ചുവിട്ട പോലീസുകാരൻ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഗ്രനേഡുമായി ഒരു കൈയിൽ ഗ്രനേഡ് മറുകൈയിൽ ലാത്തി, ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ ചാനലുകളിൽ കണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമായി ഉണ്ടായ ഒരു പ്രൊവോക്കേഷൻ, ആ പ്രൊവോക്കേഷൻ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് തിരിച്ചറിയാൻ ശ്രീ ഷാഫി പറമ്പിലിനും അവിടുത്തെ DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ അടക്കമുള്ള നേതാക്കൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അത് നേതാക്കളിലേക്ക് പോലീസ് മനഃപൂർവ്വമായ ഗ്രനേഡ് എറിഞ്ഞ് ആക്രമണം ഉണ്ടാക്കി ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ നേതാക്കളെല്ലാം അവിടെ നിന്ന് ഈ പ്രവർത്തകരെ ശാന്തരാക്കിയത്. കാരണം സർക്കാർ ആഗ്രഹിച്ചത് അത്തരത്തിലുള്ള ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവുകയും അവിടെ വലിയൊരു അക്രമം ഉണ്ടാവുകയും അതിനെ മറ്റൊരു രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വഷളാക്കി ശബരിമല മറയ്ക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ ഷാഫി പറമ്പിൽ എടുത്ത ഏറ്റവും അദ്ദേഹത്തിന്റെ മൂക്ക് പൊട്ടി ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയി രക്ഷപ്പെടാൻ അയാൾ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പ്രവർത്തകരെ ശാന്തരാക്കി ആ പ്രശ്നം ഒഴിവാക്കുകയും അതുമായി ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുകയാണ് പിന്നെ ഷാഫി പറമ്പിലിന് അപകടമുണ്ടായത് പോലീസിന്റെ ഭാഗത്തു നിന്നല്ല എന്ന് പറയും. അടുത്ത രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറയുന്നത് അതെ ഞങ്ങളിൽ നിന്ന് ആരോ പ്രൊവോക്ക് ചെയ്തതാണ്, ഈ അഭിലാഷ് ഡേവിഡ് എന്താണ് ഏതാണ് എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി അന്വേഷിച്ചതാണ്. CPMന്റെ വഞ്ചിയൂർ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് അടക്കമുള്ള അവിടെ നിത്യ സന്ദർശകനായ ഈ അഭിലാഷ് ഡേവിഡിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമ്മുടെ നേതാക്കൾ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഒന്ന് ഇടപെടുകയാണ് വെമ്പായ നസീർ, ഇതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? കാരണം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അറിയില്ല അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുമോ? എന്താണ് ഈ ഷാഫി പറമ്പിലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അതിക്രമത്തിൽ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ ഈ വീഴ്ചയിൽ ദയവ് ചെയ്ത് അങ്ങ് കോൺഗ്രസ് വക്താക്കളും കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ മാത്രം ആങ്കർ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇടയ്ക്ക് കയറുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞോളൂ കൂടുതൽ സമയം നിങ്ങൾ തരുന്നില്ല, കുഴപ്പമില്ല, സമയമുണ്ട്, പറഞ്ഞോളൂ. പ്രതീക്ഷിച്ചാണ് നമ്മൾ ചർച്ചയ്ക്ക് വരുന്നത്. സാർ, ഇവിടെ നിങ്ങൾ നമ്മുടെ കേരള പോലീസ് അതിപ്പോൾ UDF ഭരിച്ചാലും ശരി LDF ഭരിച്ചാലും ശരി, നമ്മുടെ കേരള പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയും വിവേകമുള്ള കാര്യശേഷിയുള്ള പോലീസുകാരാണ്. അത് ആര് ഭരിച്ചാലും ശരി, ഇപ്പോൾ LDF മാത്രമേ ഞാൻ പറയുന്നില്ല, UDF ഭരിച്ചാലും ശരി. ഈ പോലീസിനെയൊക്കെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വരുന്നത്. ഈ ഒരു MP ഒക്കെ അടിക്കാനും MP ഒക്കെ മർദ്ദിക്കുന്ന കേരള പോലീസ് അത്രത്തോളം അതും പതിച്ചിട്ടില്ല. സാർ ഇവിടെ എന്താ പറഞ്ഞത്?
നിങ്ങള് പോലീസിന്റെ പിന്നെന്ത് സംഭവിച്ചത്? അത് ഇടപെടുന്നെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സമയം തീരാറായി. സമയം തീർന്നപ്പോൾ നിങ്ങൾ ഈ പോലീസിന്റെ നേർക്ക് നിങ്ങൾ കുപ്പിച്ചില്ലും നിങ്ങൾ അതുപോലെ പിന്നെ പടക്കും കല്ലും ഒക്കെ വലിച്ചെറിഞ്ഞാല് പോലീസ് ഇത് ഉത്തരവാദിത്തപ്പെട്ട അത് വളരെ തെറ്റാണ്. താങ്കൾ നടത്തുന്ന ആരോപണം വളരെ തെറ്റാണ്. പൊതുജനങ്ങളോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇടയ്ക്ക് വരുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരം വളരെ സമാധാനപരമായി താങ്കളുടെ അവസരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഈ ചർച്ചയിൽ പ്രചരിപ്പിക്കരുത്. ഇടപെട്ടത് എന്തുകൊണ്ടാണ്? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണ്. നിങ്ങൾക്ക് തന്ന സമയത്ത് നിങ്ങൾ പറയൂ. മറുപടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അങ്ങനെ നിങ്ങൾ കള്ളം അതല്ല. കുപ്പിച്ചില്ലും കല്ലും ആര് വലിച്ചെറിഞ്ഞു? ഇപ്പൊ ഇതെല്ലാം ദൃശ്യങ്ങളുള്ള കാലഘട്ടമാണല്ലോ. ഇപ്പൊ ക്യാമറയും ദൃശ്യങ്ങളും എല്ലാ കാലഘട്ടമാണല്ലോ. അപ്പോ ഈ പോലീസിനെ പ്രകോപിപ്പിക്കാനും പോലീസിനെ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചു. എവിടെ രജിത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്? അദ്ദേഹം തുടക്കം മുതൽ ചാനലിന്റെ അറ്റ്ലീസ്റ്റ് വിഷ്വൽ കണ്ടിട്ട് ഷാഫി പറഞ്ഞിട്ടില്ല. അത് പിണറായി വിജയൻ അയാളുടെ കൈ പിന്നെ ആശുപത്രി നെഞ്ചിൽ വെച്ച് കെട്ടിയിരിക്കണം. താങ്കളുടെ തലയ്ക്ക് ഇപ്പൊ ആരെങ്കിലും അടി കൊണ്ടാൽ താങ്കളുടെ മൂക്കിൽ കൂടെ ചോര വരില്ലേ? തലയ്ക്ക് അടി കൊണ്ടാൽ മൂക്കിൽ കൂടെ ചോര വരില്ലേ? നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? ഏതായാലും ഇത് അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആങ്കറോട് തന്നെ പറയാണ്. ഇവിടെ ഈ നെടുമങ്ങാട് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായി. ഇവിടെ SDPAയും CPM നടന്ന ഒരു ആക്രമണമാണ്. അവിടെ ഒരു CPM കാരന്റെ കൈ അടിച്ചോടിച്ചിട്ട് SDPAയുടെ മറ്റേ വാഹനം തല്ലി തകർത്തിട്ട് വന്ന് അവിടെ പേടിച്ച് ഒതുങ്ങിയിരിക്കുന്നവരാണ് ഇവര്. ഇവരെന്നിട്ട് പറയാണ് ഇവിടുത്തെ കേരള പോലീസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. SDPയുടെ കലാപത്തിന് ഏറ്റവും ഇല്ല ഇത്തരത്തിലുള്ള വാദമുഖങ്ങളൊന്നും വിലപ്പോവില്ല. ഇത്തരത്തിലുള്ള വാദമുഖങ്ങളൊന്നും ഏതായാലും സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കം നടത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇനിയും ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടാകും. മുരാരി ബാബുവിൽ നിന്ന് വളരെ നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചതെന്നാണ് സൂചന. ഏതായാലും ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി രജിത് രവീന്ദ്രൻ, ഇടത് പ്രതിനിധി വെമ്പായം നസീർ, BJP പ്രതിനിധി P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവർക്ക് നന്ദി. നാളെ മറ്റൊരു വിഷയമായി കാണാം. ജയ് ഹിന്ദ്.